നമ്മുടെ കേരളത്തിലെ നേതാക്കളൊക്കെ ഡൽഹിയിലെത്തിയിരുന്നു. KPCC DCC പുനഃസംഘടന ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. എന്തായാലും ആ ചർച്ചകൾ ഇപ്പോൾ തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. DCC അധ്യക്ഷന്മാരിൽ സമവായമാകാത്തതിനെ തുടർന്നാണ് പിരിഞ്ഞത്. പട്ടിക പുറത്തുവരാൻ 2 ആഴ്ച കൂടി വേണ്ടിവരുമെന്നാണ് സൂചന. സജു തോമസ് തുടരുന്നുണ്ട്. സജു, ഇപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തി ഒരു സമവായത്തിലേക്ക് എത്തും, അധ്യക്ഷന്മാരുടെ ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും, DCC അധ്യക്ഷന്മാരിൽ ആർക്കൊക്കെ മാറ്റമുണ്ടാകുമെന്നുള്ള ചില സ്പെക്യുലേഷൻസ് ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക ഇനിയും വൈകുമെന്നുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനമാകാത്തത് സജു? ജിൽസി, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹിയിൽ ചേർന്ന മാരത്തോൺ ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള ചില ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നു. കൊല്ലം അടക്കമുള്ള ചില ജില്ലകളിലെയും DCC അധ്യക്ഷന്മാരാൽ ഇതുവരെയും സമവായത്തിൽ എത്താതിരിക്കുന്നത്. പ്രത്യേകിച്ച് 4 ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ തുടരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചെങ്കിൽ പോലും അത് ഇപ്പോൾ സമവായത്തിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു മറുപടിക്കും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുന്നതിന് ഉടൻ തന്നെ പട്ടിക പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു അന്തിമ പട്ടിക ഇപ്പോൾ പുറത്തു വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ പ്രതികരിച്ച KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ യാതൊരു സമവായ നീക്കത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും തർക്കങ്ങളും നിലവിലില്ല എന്നും എല്ലാം സമവായത്തിലെത്തിയത് ഉടൻ തന്നെ അന്തിമ പട്ടിക പുറത്തു വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനാണ് ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നടക്കുന്ന 2 തെരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട ഈ 2 തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാനിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ 2 തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് DCCകളുടെ പുനഃസംഘടന, പ്രത്യേകിച്ച് പാർട്ടിയെ കൂടുതൽ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. അതിന് എത്രത്തോളം MPമാരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമാണ് ഏറെ പ്രധാനമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത് ഡൽഹിയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർലമെന്റ് സെഷൻ നടക്കുകയാണ്, വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MPമാരുടെ സമയം കൂടി കണക്കിലെടുത്താണ് നേതാക്കളൊക്കെയും ഡൽഹിയിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരുടെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും ഒരു അന്തിമ പട്ടിക ഉണ്ടാവുക. ഇന്നലെ നമ്മൾ അനൗദ്യോഗികമായി ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ഒറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പേരിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇത് ഒറ്റ പേരിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരുമായിട്ടും സമവായത്തിലെത്തണം. അതിനുവേണ്ടിയാണ് ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത്. അതിന് ഏതൊക്കെ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഏതൊക്കെ MPമാരുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിനെ VD സതീശൻ നിർദ്ദേശിച്ചപ്പോൾ KC വിഭാഗത്തിൽ നിന്ന് മണക്കാട് സുരേഷിന്റെ പേരാണ് ഉയർന്നു വന്നത്. എന്തായാലും ശരത് പ്രസാദുമായി അടൂർ പ്രകാശും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അതുപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇന്നലെ തന്നെ കേരളത്തിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കൾ ഇന്നും എന്തായാലും കേരളത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ഈ DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയിൽ ഈ നേതാക്കന്മാർക്കിടയിൽ, അതായത് ഈ MPമാർക്കിടയിൽ ഒരു സമവായത്തിലെത്താനായിട്ടില്ല. പ്രധാനപ്പെട്ട ചില MPമാർ, 4 ജില്ലകളിലെ MPമാരാണ് പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതും കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഉടൻ തന്നെ റിപ്പോർട്ട് വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.